ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ രാവിലെ അമ്പലത്തേക്കൊന്ന് പോയിട്ടോ. അപ്പോൾ അമ്പലത്തേക്ക് പോകാനായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ പോണ വഴിയിലാണ് വെള്ളിയങ്കലിൽ പാലം. അപ്പോൾ പാലത്തിൻ്റെ അവിടുത്തെ ഷട്ടറൊക്കെ നന്നായി പൊന്തിച്ചിട്ടുണ്ട്. ഞാൻ അതുപോലെ മുന്നൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുക. ഷട്ടറൊക്കെ പൊന്തിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ വെള്ളം കാണാൻ തന്നെ ഭയങ്കര ഒരു കണ്ണിന് കുളിർമയാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ അതിങ്ങനെ കുറച്ച് നേരം കണ്ടു നിൽക്കാൻ തോന്നും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടു നിന്നു. അമ്പലത്തിൽ പോകാൻ ഇന്നലെ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നലെ 1-ാം തീയതി അല്ല, അപ്പോൾ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് ചെറിയ വീഡിയോസൊക്കെ എടുത്തു. കാണുമ്പോൾ അവിടെ നിന്ന് പോകാൻ തോന്നണില്ല. ചില ആളുകളൊക്കെ ഇപ്പുറത്തെ സൈഡിൽ കാണാനൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോരുത്തർ പോണ ആളുകളൊക്കെ വണ്ടി നിർത്തി കാണുന്നുണ്ട്. നല്ലൊരു വ്യൂ ആണ് ഇവിടുന്ന് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഇപ്പം കർക്കിടക മാസമാണല്ലോ, അപ്പോൾ ഒന്ന് അമ്പലത്തേക്ക് പോകണം. ഇന്നലെ പോകേണ്ടതായിരുന്നു, ഇന്നലെ പറ്റിയില്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇപ്പം ഇന്ന് പോകാമെന്ന് വിചാരിച്ചത്. കുറച്ച് നാളായി പോയിട്ട്. അപ്പോൾ ഇവിടുത്തെ വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഇതാ അമ്പലത്തേക്കൊക്കെ പോയി. അമ്പലം ആണ് കേട്ടോ. ഞാൻ തൊഴുതിറങ്ങി കേട്ടോ. നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലൊന്നും പോയി എടുക്കാൻ പറ്റില്ല, വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ തൊഴുതിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ അമ്പലത്തിൽ പോയിട്ട് കുറേ പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും മഴ ഉണ്ടായിരുന്നില്ല. അതാണ് വലിയൊരു കാര്യം. അന്നേരമൊക്കെ നല്ല മഴയുടെ ദിവസമായിരുന്നു. അപ്പോൾ പക്ഷേ ഇന്ന് എന്താ അറിയില്ല, അമ്പലത്തിൽ പോയിട്ടും വരുമ്പോഴും ഒന്നും മഴയുണ്ടായിരുന്നില്ല. ഞാൻ മഴയില്ലാത്ത കാരണം സ്കൂട്ടിയാണ് എടുത്തത്. അപ്പോൾ സുഖമായിട്ട് പോയി വന്നു. അങ്ങനെ അമ്പലത്തിൽ പോയാലൊക്കെ ഒരു മനസ്സിനൊരു സന്തോഷമാണ്, എന്തൊക്കെയോ ഒരു സമാധാനമാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അങ്ങനെ ഞാൻ ഇടയ്ക്ക് പോകാറുണ്ട് അമ്പലങ്ങളിൽ. ആദ്യമൊക്കെ ആഴ്ചയിൽ പോയിരുന്നു കേട്ടോ. ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ അമ്പലത്തേക്ക് പോയിരുന്നു. ഇതാണ് സ്കൂട്ടി. അപ്പോൾ സ്കൂട്ടിയിൽ ഇപ്പോൾ മഴയില്ലാത്ത കാരണം സുഖമായിട്ട് പോയിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റേഷനറി ഹോൾസെയിൽ കടയാണത്. അപ്പോൾ ഈ കടയിൽ നിന്ന് കുറച്ച് ഒരുപാട് സാധനങ്ങൾ, ഒരുപാടൊന്നുമില്ല, കടയിലേക്ക് ആവശ്യമുള്ള പാമ്പേഴ്സ്, അതുപോലെ തന്നെ വീട്ടിലേക്ക് ചായപ്പൊടി, അങ്ങനെ സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു. ഇവിടെ ഹോൾസെയിൽ ആയതുകൊണ്ട് കടക്കാർക്കൊക്കെ വില കുറവിലാണ്, ഹോൾസെയിൽ റേറ്റിനാണ് കൊടുക്കുക. അപ്പം നമുക്ക് മെഡിക്കൽ ഷോപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ കുറച്ച് കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ സാധനങ്ങൾ ഇവിടുന്ന് എടുക്കാനുള്ളതൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ബേക്കറിയിലേക്ക് പോയി കേട്ടോ. ഇത് അവിടെ തന്നെയാണ് ബേക്കറി. ആ ബേക്കറിയിൽ നിന്ന് ഞാൻ പോയത് എന്താണെന്ന് വെച്ചാൽ ഈത്തപ്പഴം മേടിക്കാനാണ്. ഈത്തപ്പഴം ഒരു 1/4 കിലോ, നമ്മൾ ഡയറ്റിങ്ങൊക്കെ ആയതുകൊണ്ട് വൈറ്റമിൻസ് കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചേ മേടിച്ചുള്ളൂ, 1/4 കിലോനെ മേടിച്ചുള്ളൂ. നല്ല റേറ്റാണ്, 380 കിലോന് ഇപ്പോൾ റേറ്റ്. അപ്പോൾ അത് മേടിച്ചു. 400 ഉണ്ട് കേട്ടോ. ഞാൻ ആകെ 380 മേടിച്ചുള്ളൂ. അപ്പോൾ അതൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പലചരക്കിൽ കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു. ഉഴുന്ന്, ചെറുപയർ ഒക്കെ മേടിക്കാണ്ടായിരുന്നു. അപ്പോൾ അതും ഒക്കെ മേടിക്കാനായിട്ട് നിന്നു. അപ്പോൾ അങ്ങനെ 4-5 കടയിൽ കയറി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരോ ഇന്ന് തന്നെ രാവിലെ തന്നെ ഇതൊക്കെയാണ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ സമാധാനമായി എന്ന് വെച്ചിട്ട് ഇതൊക്കെ മേടിച്ച് വെച്ച്, പിന്നെ വന്നിട്ട് അമ്പലത്തിൽ പോയി വന്നിട്ട് പിന്നെയും പോകണ്ടേ. അപ്പോൾ അത് കാരണം കൊണ്ട് അതൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് പച്ചക്കറി മേടിക്കാണ്ടായിരുന്നു, അത് മേടിച്ചു. അത് കഴിഞ്ഞ് നമുക്ക് വരുന്ന വഴിക്ക് മീൻ കണ്ടപ്പോൾ മീൻ മേടിച്ചു കേട്ടോ. ഇത് കറിക്കൊന്നും ഇല്ല എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പച്ചക്കറി മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മീൻ കാണുകയാണെങ്കിൽ മേടിക്കാൻ പറഞ്ഞു. ഇന്ന് മുഹറം 10 ആയതുകൊണ്ട് മീൻ വിൽക്കുന്ന ആളുകളൊന്നും ഇല്ല. എന്നാലും പുറത്തുനിന്ന് ഒരാൾ പെട്ടി ഓട്ടോയിൽ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മേടിച്ചു. ഇത് അമ്പലത്തിൽ നിന്ന് പായസം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഡയറ്റിംഗ് ആണ്, പക്ഷെ എന്നാലും ഒരു 2-3 സ്പൂണൊക്കെ പായസം ഞാൻ കഴിക്കും. അമ്പലത്തിലെയാണ്, മാത്രമല്ല മധുരത്തിനോട് അത്രയ്ക്കും ഒരു ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഒരു 3 സ്പൂൺ, അതിലും കൂടുതൽ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അമ്പലത്തിലെ പായസം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ ഇത് കടും മധുരമൊന്നുമല്ല കേട്ടോ. നമ്മൾ ഇപ്പോൾ കഠിന പായസം എന്നൊക്കെ പറഞ്ഞിട്ട് അത് കടുമധുരം കിട്ടും, അതൊന്നുമല്ല, ലൈറ്റ് മധുരമേ ഉള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മീൻ കൂട്ടാകുമ്പോൾ മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എനിക്കുള്ള ഉള്ളിയും ഇഞ്ചിയും അതുപോലെ പച്ചമുളകൊക്കെ അരിഞ്ഞ് റെഡിയാക്കി എടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. കാരണം 2 പേരും കൂടി ഇപ്പോൾ 11 മണിയാണ് സമയം. 2 മണിക്കൂറെങ്കിലും പെട്ടെന്ന് ആവണ്ടേ, ജിമ്മിൽ പോകണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയിട്ട് നേരത്തെ തന്നെ കഴിക്കണം. ജിമ്മിൽ പോകണ കാരണം 12-12:15 ആകുമ്പോഴേക്കും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവും വർക്കൗട്ട് ചെയ്യാൻ. അപ്പോൾ ഓരോ പണികൾ ഞാൻ പെട്ടെന്ന് ചെയ്യുകയാണ്. ഇത് തക്കാളി നമുക്ക് അടിച്ചെടുക്കണം. തക്കാളിയുടെ പേസ്റ്റാണ് ഒഴിക്കണത് കേട്ടോ മീൻ കറിയിൽ. അപ്പോൾ അതൊക്കെ നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഉള്ളിയും അതുപോലെ പച്ചമുളക്, ഇഞ്ചി ഇതൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഒരുമിച്ച് നമ്മൾ ഇട്ടിട്ട് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുക. പിന്നെ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മീൻകറി വെക്കണം. എല്ലാ അമ്മയുടെ നന്നാക്കലൊക്കെ കഴിഞ്ഞപ്പോഴാണ് മീൻകറി ചട്ടി
വെക്കാൻ നോക്കിയത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ വഴറ്റിയെടുക്കും. ചില സമയമില്ലെങ്കിൽ ആദ്യം വഴറ്റിയൊക്കെ എടുക്കും വേഗം. അത് കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്തിട്ടിട്ട് നമുക്ക് പിന്നെ ചെയ്യാണ് പതിവ്. ഇതിപ്പോൾ ഞാൻ ഇതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വരുമ്പോഴേക്കും അമ്മേരെ അയിലായതുകൊണ്ട് പെട്ടെന്ന് കഴിയും. വേറെ വല്ല ചൂട അതുപോലെ തന്നെ വെലൂരി അങ്ങനത്തെ ഒക്കെ മീനൊക്കെ ആണെങ്കിൽ നല്ല സമയം എടുക്കുമല്ലോ. അപ്പോൾ ഇത് പെട്ടെന്ന് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കറി വയ്ക്കാനായിട്ട് തുടങ്ങി. പെട്ടെന്നാവണം കേട്ടോ. എനിക്ക് 12:15 ആവണം. അപ്പോൾ ഇതാ കടുക് ഇടുകയാണ് ആദ്യം കേട്ടോ. കടുക് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഉലുവയും പൊട്ടിച്ചിട്ടാണ് നമ്മൾ ഉള്ളിയൊക്കെ ഇടുന്നത് കേട്ടോ. എപ്പോഴും ഇങ്ങനത്തെ കറിയാണ് നമ്മൾ വെക്കാറുള്ളത്. ഇടയ്ക്ക് അമ്മ പറയും തേങ്ങ അരച്ച് വെക്കുക എന്നുള്ളത്. അപ്പോൾ തേങ്ങ അമ്മ അങ്ങനെ പറയുന്ന ദിവസം മാത്രമേ തേങ്ങ അരച്ച് വെക്കുകയുള്ളൂ. അല്ലാത്ത ദിവസമൊക്കെ ഈ മുളക് ഇട്ട കറി തന്നെ വെക്കാറ് കേട്ടോ. തേങ്ങ അരച്ച കറി എന്തോ എനിക്ക് അധികം ഇഷ്ടമല്ല. എനിക്ക് നല്ല എരിവൊക്കെ വേണം, എന്നാലേ ആ കറിക്കൊരു കഴിച്ചു എന്നുള്ളൊരു തോന്നൽ വരുള്ളൂ. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ചില ദിവസം അമ്മ എപ്പോഴും പറയില്ല, എപ്പോഴെങ്കിലേ പറയുള്ളൂ തേങ്ങ അരച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാം ഒരുമിച്ച് തട്ടിയിട്ട് അങ്ങനെ ഇളക്കി വഴറ്റിയെടുക്കണം. അത് നന്നായി വഴണ്ട് വരുമ്പോഴാണ് നമുക്ക് മസാലകളൊക്കെ ചേർക്കാനുള്ളത് കേട്ടോ. ഈ മുളക് പൊടി അതുപോലെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ നമുക്ക് ചേർത്ത് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് വഴറ്റാൻ കുറച്ച് സമയമെടുക്കും. അപ്പോഴേക്കും അമ്മ ചോറ് തലേ ദിവസം ഉണ്ടായിരുന്നു കേട്ടോ. അടുപ്പിൽ വെച്ചതാണ് ചോറ്. അപ്പോൾ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊക്കെ കുറേശ്ശെ ചോറ് മതി. അപ്പോൾ ആ ബാലൻസുള്ള ചോറ് തിളപ്പിച്ച് ഊറ്റാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അടുത്ത അടുപ്പത്ത്. അപ്പോഴേക്കും ഉള്ളിയൊക്കെ നന്നായി വഴണ്ട് വന്നു. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ടാണ് നമ്മുടെ മസാലകളൊക്കെ ഇടുന്നത് കേട്ടോ. മല്ലിപ്പൊടി 1 ടീസ്പൂൺ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഏകദേശം ഒരു 1/2 ടീസ്പൂൺ തന്നെ ഇടുള്ളൂ കേട്ടോ. 1/2 ടീസ്പൂൺ, കുഞ്ഞ് സ്പൂണിന് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടും. അത് കഴിഞ്ഞിട്ട് മുളക് പൊടി ഒരു 1.25 സ്പൂണാണ് ഞാൻ ഇട്ടത് കേട്ടോ. എന്താ വെച്ചാൽ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ മീൻ കുറേയൊന്നുമില്ല ചാറ് വയ്ക്കാൻ. ഞങ്ങൾ 3 എണ്ണമൊക്കെ എടുത്തിട്ടാണ് ചാറ് വയ്ക്കണത്. ബാക്കി ഒരു 4 എണ്ണം വറുക്കാനായിട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആ തക്കാളി പേസ്റ്റ് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ തക്കാളി നന്നായി ഒന്ന് പച്ചമണമൊക്കെ മാറി ഒന്ന് കണ്ടു വരുമ്പോഴാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ തക്കാളി നന്നായി തുടച്ചൊഴിച്ച് കൊടുക്കുകയാണ്, കാരണം അതിലൊക്കെ അങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ തുടച്ചൊഴിച്ച് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കണം. പെട്ടെന്ന് എല്ലാ പണിയും നോക്കും. ഞാൻ മീൻ കൂട്ടാൻ വെക്കുമ്പോഴേക്കും അമ്മ ഉപ്പേരിക്കുള്ള കാര്യങ്ങൾ അരിയാൻ നോക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് അമരക്കായാണ് ഉപ്പേരി വെക്കുന്നത്. അപ്പോൾ അമരക്കായ അമ്മ അവിടെ നുറുക്കി ചെയ്യുന്നുണ്ട്. അപ്പോൾ മീൻ കൂട്ടാൻ്റെ കാര്യം, ഇപ്പോൾ ചോറിൻ്റെ കാര്യം ഞാനുള്ള കാരണം ഞാൻ നോക്കും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്യണം. കുടംപുളി വെള്ളം, അത് വെള്ളത്തോടെ ഒഴിക്കണം കേട്ടോ. കുടംപുളി കഴുകി വെള്ളത്തിലിട്ടതാണ്. അപ്പോൾ ആ വെള്ളവും കുടംപുളിയും കൂടിയിട്ടാണ് നമ്മൾ ഒഴിക്കണത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വെള്ളം പാകത്തിനുള്ള വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. നമുക്ക് ആവശ്യമുള്ളത്, കൂടുതൽ വെള്ളം പോലെ ആവാൻ പറ്റില്ല, കുറച്ചൊരു കുറിക്കൊരു ടൈപ്പ് വേണം. അപ്പോൾ അത്യാവശ്യം പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു. ഇനി ഈ വെള്ളം നന്നായി തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ എന്തിടുന്നത്, മീനിടുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ തന്നെ വേഗം ഉടയും. അതിൽ ഒന്ന് ഉടഞ്ഞ പോലത്തെ ടൈപ്പായിരുന്നു. അത്രയ്ക്ക് ഇങ്ങനെ നല്ല ജീവുള്ള പോലെയൊന്നും ഇല്ല, കുറച്ചൊന്നും ഇങ്ങനെ ഉടഞ്ഞ പോലെ. പക്ഷെ നല്ല ഐലയാണ് കേട്ടോ, നല്ല നാടൻ ഐലയാണ്, മരുന്നൊന്നും ഇടാത്തതാണെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ നന്നായി തിളച്ച് അരികൊക്കെ തിളച്ച് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെയാണോ മീൻ കറി വയ്ക്കുകയെന്നറിയില്ല, പക്ഷെ ഞങ്ങൾ ഇങ്ങനെയാണ് വയ്ക്കുക. നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ മീൻ അങ്ങനെ നുറുക്കാണ്ടാണ് ഇടുന്നത് കേട്ടോ. 3 എണ്ണമാണ് ഉള്ളത്. അത് അങ്ങനെ നുറുക്കി കഴിഞ്ഞാൽ മുള്ളൊക്കെ ചാറിൽ നിറഞ്ഞ് ആകെ ഒരു ബുദ്ധിമുട്ടാവും കഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചോറ് അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വറുക്കാനായിട്ട് കൂട്ടി വെച്ചേക്കുന്നത് 4 മീനാണ് കേട്ടോ. അങ്ങനെ 2 മീൻ കുട്ടിക്കും ഓരോന്ന് ഞങ്ങൾക്കും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അധികം എണ്ണയൊന്നും ഒഴിക്കാണ്ട് അത് വറുത്തെടുക്കുകയാണ് കേട്ടോ. ഞാൻ ഡയറ്റിങ് ആയതുകൊണ്ട് നല്ല ഒരു കൺട്രോളിലാണ് പോണത്. പക്ഷേ ഫുഡിൽ ഓവർ കൺട്രോൾ വയ്ക്കാൻ അത്രയ്ക്ക് എനിക്ക് വെയിറ്റ് കുറയാനായിട്ടില്ല. എനിക്ക് ഒരുപാട് വെയിറ്റ് കുറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാവും. ഞാൻ അത്രയ്ക്കും ഒരു അസുഖം ബാധിച്ച പോലെയൊക്കെ ആവും, അങ്ങനെയാണ് എല്ലാവരും പറയാറ്. അപ്പോൾ കുറച്ചും കൂടി 2-3 കിലോനും കൂടി കുറയ്ക്കാനുള്ളത്, പതുക്കെ കുറഞ്ഞാലും മതി എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. പക്ഷെ എന്നാലും രാവിലെയും അതുപോലെ തന്നെ രാത്രിയും റോബസ്റ്റ് പഴം മാത്രമേ കഴിക്കാനുള്ളൂ. അതിലൊരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. ഉച്ചയ്ക്ക് മാത്രമാണ് ഈ ഫുഡ് കഴിക്കുന്നത്, ചോറും കറികളൊക്കെ കൂടി കഴിക്കുന്നത്. പക്ഷേ രാവിലെയും രാത്രിയും 3-4 മാസമായിട്ട് റോബസ്റ്റ് പഴം മാത്രമാണ്.
ഞാൻ ഇവിടെ ജിമ്മിന് പോകുന്ന വഴിയിൽ റോബസ്റ്റ് എന്നും കിട്ടും. അപ്പോൾ ഞാൻ എന്നെ കാണുമ്പോഴേക്കും കത്തിയെടുത്ത ആൾ മുറിക്കും. കാരണം ഞാൻ 1 കിലോ ഡെയിലി എന്നുള്ള രീതിയിൽ മേടിക്കും. ഞാൻ 3 പഴം രാവിലെ, ഒരു 3 പഴം രാത്രി. അത് കുഞ്ഞു കുഞ്ഞു പഴം കേട്ടോ, നമ്മൾ ഫ്രൂട്ട്സ് കടയിൽ നിന്ന് മേടിക്കുന്ന പോലത്തെ റോബസ്റ്റ് അല്ല. അപ്പോൾ ഒരു 3 വെച്ചിട്ടൊക്കെ കഴിക്കും. അമ്മയ്ക്കും വിശക്കുമ്പോൾ 1-2 കഴിക്കും. അപ്പോൾ അങ്ങനെയാണ് റോബസ്റ്റ് മേടിക്കാറുള്ളത്. അപ്പോൾ കൂട്ടാനൊക്കെ നന്നായി തിളച്ച് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റുള്ള കറിയാണ്, മുളകിട്ട കറി. അപ്പോൾ മീൻ കറിയായി. ഇത് ഇറക്കി വെച്ചിട്ടും ഇങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അതാണ് ഈ മൺചട്ടിയുടെ ഒരു പ്രത്യേകത. അത് കഴിഞ്ഞിട്ട് വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതും കൂടി വറുത്തെടുത്തിട്ട് ഉപ്പേരിയും കൂടി ആവാനുണ്ട്. അപ്പോൾ വറുക്കാനും കുറച്ച് സമയം ചെറിയ തീയിലിട്ടിട്ട് വറുത്തെടുക്കണമല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ് നമ്മൾ വറുത്തെടുക്കണത് കേട്ടോ. അപ്പോൾ കുറച്ച് എണ്ണ ആയതുകൊണ്ട് തന്നെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. നോൺ സ്റ്റിക്ക് ആയാലും അത്രയ്ക്കൊരു സോഫ്റ്റ് ഇല്ല. അപ്പോൾ അത് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചട്ടിയൊക്കെ ചൂടായി റെഡിയായി വന്നിട്ട് വേണം നമുക്ക് വേപ്പിലിട്ട് കൊടുക്കാൻ. അപ്പോൾ ഇതാ ചൂടായിട്ടുണ്ട്, വേപ്പിലിട്ടു. അത് കഴിഞ്ഞിട്ട് ഉപ്പേരിയുടെ കാര്യം നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ മീനും വറുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീൻ ഇനി വെന്ത് കിട്ടണം. അപ്പോഴേക്കും അമ്മേരെ ഉപ്പേരിക്കുള്ളതൊക്കെ അരിഞ്ഞ് അമ്മ റെഡിയാക്കി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പേരിയുടെ കാര്യങ്ങളും അപ്പുറത്തെ അടുപ്പത്ത് നോക്കണം. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു 1.25 മണിക്കൂർ കൊണ്ട് മീൻ മേടിച്ച് കൊണ്ടുവന്ന് തന്നെ 11 മണി കഴിഞ്ഞു. അപ്പോൾ 11 മണി ഒരു 12:15 ആകുമ്പോഴേക്കും എല്ലാതും ആയി. ഫുഡ് കഴിച്ചു ഞാൻ. അപ്പോൾ മീൻ വറുക്കലും ഉപ്പേരിയുടെ പരിപാടിയും കൂടി കഴിഞ്ഞു കേട്ടോ. ഇത് ഇന്നലെ അല്ലെങ്കിൽ രാവിലെ നേരത്തെ മീനൊക്കെ വരാറുണ്ട്, മീൻ വണ്ടി വരാറുണ്ട്. ഇന്ന് മുഹറായ കാരണം മീൻ വണ്ടികളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് മീൻ രാവിലെ തന്നെ കിട്ടിയില്ല. പിന്നെ എന്നും മീനൊന്നും മേടിക്കില്ല കേട്ടോ, വല്ലപ്പോഴും തന്നെ മേടിക്കാറുള്ളൂ. കഴിഞ്ഞിട്ട് അമരപ്പയറൊക്കെ നുറുക്കി ക്ലീൻ ചെയ്ത് അടുപ്പത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആദ്യം വേവിച്ചിട്ടാണ് നമ്മളത് താളിക്കുന്നത് കേട്ടോ. അപ്പോൾ രണ്ടടുപ്പത്ത് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്കൊന്നും ഇളക്കി കൊടുത്തില്ലെങ്കിൽ അതൊക്കെ അടിയിൽ പിടിക്കും. അപ്പോൾ അമ്മ നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടടുപ്പത്തും ആവണം. അത് കഴിക്കഴിഞ്ഞാൽ പിന്നെ പണിയൊക്കെ നമ്മുടെ കഴിഞ്ഞു. ഇനി ഫുഡ് കഴിക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതായി മീൻ ഏകദേശം ആയി തുടങ്ങി. ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. ഏകദേശം അത് മീനും ആയി. അമ്മയ്ക്ക് കുറേ നേരം നിന്ന്, ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറേ നേരം നിന്ന് പണിയെടുക്കുമ്പോഴൊക്കെ കാലൊക്കെ കടഞ്ഞിട്ടും ഒക്കെ ബുദ്ധിമുട്ടാവും. ഞാനുള്ളപ്പോൾ എന്തെങ്കിലുമൊക്കെ സഹായിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കും. അതല്ലെങ്കിൽ അമ്മ ഒറ്റയ്ക്ക് തന്നെ ചെയ്യാറ് കേട്ടോ. കാരണം നമുക്ക് എന്തെങ്കിലും വർക്കിന് പോകുമ്പോഴൊക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതല്ല നമുക്ക് കടയിലുള്ളപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ മീനൊക്കെ ഒരു വശം മറിച്ചിട്ട് ഏകദേശം പകുതിയോളം വെന്തിട്ടുണ്ട്. അപ്പോൾ അതായി. ഇനി നമുക്ക് ഉപ്പേരി താളിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഉപ്പേരി താളിക്കാൻ വെച്ചിട്ടുണ്ട്. ഉള്ളിയും അതുപോലെ വേപ്പിലയും ഒക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരു ചുവന്നുള്ളി കുറച്ച് കൂടുതലും വെളുത്തുള്ളി 1-2 അല്ലിയൊക്കെയാണ് ഇതിലിടുക കേട്ടോ. അങ്ങനെ ഇട്ടിട്ട് നമ്മൾ നന്നായി മുരിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുളക് ഇട്ട് കൊടുക്കുക. മുളക് എന്ന് പറയുമ്പോൾ നമ്മൾ കുത്തുമുളകില്ലേ, ഇടിച്ച മുളക് എന്ന് പറയുമല്ലോ, അതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അത് നമ്മളൊരു ഏകദേശം ഒരു കുഞ്ഞ് സ്പൂണിൻ്റെ സ്പൂൺ ഇട്ട് കൊടുത്തു. അത് എന്നിട്ട് നന്നായി പച്ചമണം മാറണ വരെ ഇളക്കി കൊടുത്തതിന് ശേഷമാണ് നമുക്ക് അത് അമരക്കായ കൊട്ടുക. അത് ഇട്ടിട്ട് വേണം അത് നന്നായി ഒന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ ഉപ്പേരി റെഡിയായി. അപ്പോൾ അത് നന്നായി ഒന്ന് മൂക്കാൻ വേണ്ടിയിട്ട് അമ്മ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇട്ടു കേട്ടോ. വേവിച്ച് വെച്ച അമരക്കായ നമ്മൾ ഇട്ടു. നന്നായി മിക്സ് ചെയ്ത് നമ്മുടെ ഉപ്പേരി ഒക്കെ തയ്യാറായി. ഇനി ചോറിനെ വേണ്ടു. മീനുമായി, അതുപോലെ തന്നെ ഉപ്പേരി എല്ലാതും ആയി. ഇനി ഭക്ഷണം കഴിക്കാനായിട്ട് വിളമ്പുകയാണ് കേട്ടോ. ചോറ് എന്നെടുക്കുന്ന പോലെ ഒരു ക്വാണ്ടിറ്റി ആ 2 കയ്യിൽ എടുത്തിട്ടുണ്ട്. നമ്മൾ കൂടുതലൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇതിനായിട്ട് കൂടുതൽ സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നു മുന്നേ, നന്നായി ഉണ്ടായിരുന്നു. 4 കയ്യിലൊക്കെ എടുത്ത് ചോറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 2 കയ്യിലും കൂടുതൽ തീരെ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു കൺട്രോളിങ്ങിൽ വയറ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര തന്നെ മാക്സിമം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കഴിച്ചു. അത് കഴിക്കാൻ വേണ്ടി ഇട്ടു. അത് കഴിഞ്ഞിട്ട് അയില വറുത്തത് മുറിക്കാണ്ട് തന്നെ അങ്ങനെ നമ്മൾ പൊരിച്ചതാണ്. അപ്പോൾ അതുപോലെ തന്നെ അയിലയുടെ വെച്ച ഒരു പീസും ഇത്തിരി ചാറും കൂടി എടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് അമരക്കായുടെ ഉപ്പേരി കേട്ടോ. ഉപ്പേരി അത്യാവശ്യം ഞങ്ങൾക്ക് 2 പേരെ കഴിക്കുള്ളൂ. കുട്ടി കഴിക്കില്ല. കുട്ടി മീൻ കറിയും അതുപോലെ തന്നെ വറുത്ത മീനും മാത്രമേ കഴിക്കുള്ളൂ. കുട്ടിക്ക് ഉപ്പേരി കഴിക്കില്ല. അപ്പം ഞങ്ങൾ 2 പേരും ആ ഉപ്പേരീൻ്റെ പകുതി ഞങ്ങൾ 2 ആളും എടുത്തു കേട്ടോ. ഉച്ചയ്ക്ക് മാത്രമാണ് അമ്മയും ഞാനും ചോറുണ്ണുള്ളൂ.
രാത്രി അമ്മ ഓട്സാണ്, വർഷങ്ങളായിട്ട് ഓട്സ് തന്നെയാണ് കഴിക്കാറുള്ളത്. അപ്പോൾ ഇതാ എൻ്റെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കഴിക്കാം. അപ്പോൾ നല്ല ഒരു ടേസ്റ്റുള്ള ഒരു ഉച്ചഭക്ഷണമാണ് നമ്മൾ നന്നായി ആസ്വദിച്ച് കഴിക്കുന്നത് കേട്ടോ. രാവിലെ ഇപ്പോൾ റോബസ്റ്റ് പഴം തന്നെ മതി, വേറെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നല്ല ആസ്വദിച്ച് ഫുഡ് കഴിക്കുന്നത് ഉച്ചയ്ക്കാണ്. അപ്പോൾ നല്ല രീതിയിൽ ഫുഡ് കഴിച്ചു. വറുത്ത മീനും അതുപോലെ വെച്ച മീനും എല്ലാം കൂട്ടിയിട്ട് നല്ല ഒരു ടേസ്റ്റിൽ തന്നെ കഴിച്ചു. നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചൂട് ചോറ് കേട്ടോ, ചൂട് ചോറ്, ചൂട് കറി, ചൂട് മീൻ വറുത്തത് എല്ലാതും ചൂടായിരുന്നു. കാരണം ഒക്കെ അതാ ആവി വറക്കുന്നുണ്ട്. അപ്പോൾ ഒക്കെ അതപ്പോൾ ആയിട്ടുള്ളൂ. ഇനി നമുക്ക് ചൂടാറാനൊന്നും വെയിറ്റ് ചെയ്യാൻ സമയമില്ല. കാരണം ഇപ്പോൾ കഴിച്ചാലല്ലേ ജിമ്മിൽ പോകുമ്പോഴേക്കും വയറൊക്കെ സെറ്റ് ആവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വേഗം കഴിച്ചത്. അത് ഉപ്പേരിയൊക്കെ എടുത്തിട്ട് കഴിക്കുകയാണ്. ഉപ്പേരിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾക്ക് ചിലപ്പോൾ അമ്മ പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഉപ്പേരി വേവിക്കാറുണ്ട്. ഇത് അങ്ങനെയൊന്നുമല്ല, ഇത് കുത്തുമുളക് ഇട്ടിട്ട് അങ്ങോട്ട് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതാ എൻ്റെയൊക്കെ കഴിഞ്ഞപ്പോൾ അതാ അമ്മ കഴിക്കാൻ കേട്ടോ. അമ്മ ഇരിക്കാനുള്ളത് ധൃതി വെച്ചിട്ട് ആദ്യം ഞാൻ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് കുട്ടി ഇതാ വിളമ്പണ് ചോറും. അവനും അതെ കുറച്ച് ചോറേ കഴിക്കുള്ളൂ കേട്ടോ. ചിക്കൻ്റെ ആളാണ് അവൻ. ചിക്കനാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ ഇപ്പോൾ ചിക്കൻ ഇല്ലെങ്കിൽ മീൻ വറുത്തത് എടുത്ത് കഴിക്കും. വെച്ച മീനും കഴിക്കില്ല, അത് അവന് ഇഷ്ടമല്ല. ചാറ് മാത്രം എടുത്ത് മീൻ വറുത്തത് എടുത്തിട്ടാണ് അവനും ചോറുണ്ണാറുള്ളത്. അപ്പോൾ ഇതാ അവനും ചോറുണ്ടു. അപ്പോൾ അത് കഴിഞ്ഞ് 2 മണിയാകുമ്പോൾ ഞാൻ അതാ ജിമ്മിക്ക് എത്തി. വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഏകദേശം കഴിഞ്ഞ് നല്ല ടയേർഡായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയുള്ള വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ എത്രയും പെട്ടെന്ന് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാവരും ഒന്നും കൂടിയും പറയുകയാണെന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് കൊണ്ടാണ് ഞാനിപ്പോഴും ഉള്ളത്. അപ്പോൾ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക്